സ്ക്വിഡ് ഗെയിം സീസൺ 3 വളരെ ഡിസപ്പോയിന്റിംഗ് ഔട്ടിംഗ് ആയിട്ടാണ് പേഴ്സണലി ഫീൽ ചെയ്തത്. വെരി വീക്ക്ലി റിട്ടേൺ ക്യാരക്ടേഴ്സ്, മര്യാദക്ക് ഡെവലപ്പ് ചെയ്ത സബ് പ്ലോട്ട്സ്, തേർഡ് ആൻഡ് ഫോർത്ത് എപ്പിസോഡ് അടിച്ച് ഇമോഷണൽ ഡെപ്ത് കംപ്ലീറ്റ്ലി മിസ്സിംഗ് ആയിരുന്നു. പിന്നെ ഒരു അൺസാറ്റിസ്ഫാക്ടറി ക്ലൈമാക്സും. ഇതാണ് എൻ്റെ ഒരു ടോട്ടൽ ഓവർവ്യൂ. ഇനി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഈ ഒരു ഇമോഷൻ ഡെപ്ത് മിസ് ചെയ്യാനുള്ള ഏറ്റവും വലിയ റീസൺ ഈ ഒരു സീസൺ 3 ഈ ചെറിയ ഗ്യാപ്പ് കൊണ്ട് റിലീസ് ചെയ്തുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ നമുക്കൊരു കണക്ഷൻ ഫീൽ ചെയ്യില്ല. ഈ ഒരു സ്ക്വിഡ് ഗെയിം ടീമിന് ഈ സീസൺ 2 ഇറക്കിയപ്പോൾ തന്നെ അവർക്ക് 17 എപ്പിസോഡ് ആയിട്ട് തന്നെ ഇറക്കായിരുന്നു. അപ്പൊ നമുക്ക് ആ ഒരു ഡെപ്തും കണക്ഷനൊക്കെ ഫീൽ ചെയ്തേനെ. ആദ്യത്തെ 2 എപ്പിസോഡ് കട്ട ബോറായിരുന്നു. വലിയ ക്ലിഫ് ഹാങ്കറിലാണ് സീസൺ 2 അവസാനിച്ചെങ്കിൽ പോലും സീസൺ 3 ഡൗൺ ആയ നറേഷനോടാണ് കഥ പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തെ 2 എപ്പിസോഡിന്റെ ഗെയിംസ് പോലും ഭയങ്കര ബോറിംഗ് ആൻഡ് അൺഎക്സൈറ്റിംഗ് ആയിട്ടാണ് കാണിച്ചു വെച്ചിരിക്കുന്നത്. അതിനുള്ള വേറൊരു റീസൺ ഇതിലെ മെയിൻ ആക്ടർ ലീ ജങ് ജെ, ആ ഒരു മെയിൻ ക്യാരക്ടറിനെ ഫസ്റ്റ് സീസണിലൊക്കെ ഭയങ്കര സ്മാർട്ട് ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത്. പക്ഷേ സീസൺ 2 ശേഷം ഒരു പൊട്ടനെ പോലെ ആക്കി. അതുകൊണ്ട് തന്നെ ഒന്നും ഇൻട്രസ്റ്റിംഗ് ആയിരുന്നില്ല. ഭയങ്കര ഡൗൺ ആയിട്ടാണ് എല്ലാം എടുത്തു പോണത്. പിന്നെ കുറെ ലോജിക്ലെസ് ആയ സീക്വൻസസ് ഉണ്ട് ആദ്യത്തെ 2 എപ്പിസോഡിൽ. പിന്നെ തേർഡ് ആൻഡ് ഫോർത്ത് എപ്പിസോഡിലാണ് വീണ്ടും സീരീസ് സൂപ്പർ ആവണത്. ആ ഒരു മെയിൻ ക്യാരക്ടർ ബാക്ക് ഓൺ ഫോം ആവുന്നു. പിന്നെ വീണ്ടും എല്ലാം എൻഗേജിംഗ് ആയിട്ട് മാറുന്നു. ശരിക്കും പറഞ്ഞാൽ ആ ഒരു മെയിൻ ക്യാരക്ടർ, ആ ഒരു മെയിൻ ക്യാരക്ടറിന്റെ വെൽ റിട്ടൺ സ്ട്രോങ് ആയ ഇൻവോൾവ്മെന്റ് ഈ സ്ക്വിഡ് ഗെയിമിന്റെ തന്നെ ഒരു വലിയ സ്ട്രോങ് പ്ലസ് പോയിന്റ് ആയിരുന്നു. ആ ഒരു ക്യാരക്ടർ നശിപ്പിച്ചപ്പോൾ തന്നെ ആ ഒരു സീരീസ് തന്നെ ഇല്ലാണ്ടായ ഒരു അവസ്ഥയായിരുന്നു. സോ തേർഡ് ആൻഡ് ഫോർത്ത് എപ്പിസോഡാണ് ഈ സീസണിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് എപ്പിസോഡ്സ്. നമുക്ക് ആ ഇമോഷണൽ കണക്ഷൻ ഫീൽ ചെയ്യും, ടെൻഷൻ ബിൽഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ആ ജംപ് ദ റോപ്പ് ഗെയിം വേറെ വേറെ ലെവലായിരുന്നു. നമ്മൾ തീ തെറ്റിക്കും. വൈ വി ഫെൽ ഇൻ ലവ് വിത്ത് ദിസ് ഷോ എന്റെ ആൻസർ ആണ് ആ ഒരു 2 എപ്പിസോഡ്. ഹ്വാങ് ദങ് ഹ്യോക്ക് എന്ന റൈറ്റർ ഡയറക്ടർ കുറെ ക്യാരക്ടേഴ്സിനെ നശിപ്പിച്ച പോലെ തന്നെ ചില ക്യാരക്ടേഴ്സിനെ ഭയങ്കര സോൾഫുൾ, ഭയങ്കര തോട്ട്ഫുൾ ആയിട്ട് എഴുതിയിട്ടുണ്ട്. അതിൽ ചില ക്യാരക്ടേഴ്സ് ആണ്. അതിലൊരു അമ്മച്ചി ഉണ്ട്, പിന്നെ ഒരു ട്രാൻസ് വുമൻ, പിന്നെ ഒരു പ്രഗ്നന്റ് ആയ ഒരു ലേഡി ഉണ്ട്. ഇവരെ 3 പേരെയും ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് എഴുതിയിരിക്കുന്നത്. ഈ ആദ്യത്തെ 2 എപ്പിസോഡിലും ഭയങ്കര ഡൗൺ ആയി പോകുമ്പോഴും ഈ ചില ക്യാരക്ടേഴ്സ് ആണ് ഇതിന്റെ ഒരു എൻഗേജിങ് ഫാക്ടർ. പിന്നെ തേർഡ് ആൻഡ് ഫോർത്ത് എപ്പിസോഡ് ഇവരുടെ ക്യാരക്ടേഴ്സ് ഭയങ്കര ഇൻവോൾവ്മെന്റ് ആണ്, ഭയങ്കര ഹാർട്ട് ബ്രേക്കിംഗ് മൊമെന്റ്സ് ആണ് ഇവര് നമുക്ക് തരുന്നത്. ഈ 3 ക്യാരക്ടേഴ്സ് ആണ് ഈ ഒരു സീസണിന്റെ തന്നെ ഏറ്റവും ബെസ്റ്റ് ക്യാരക്ടേഴ്സ്. പിന്നെ ഫിഫ്ത് ആൻഡ് സിക്സ്ത് എപ്പിസോഡ് വീണ്ടും ബാക്ക് ടു പോയിന്റ്ലെസ് വൺസ്. അവസാനത്തെ ഗെയിമൊക്കെ ഭയങ്കര സെൻസ്ലെസ് ആയിട്ടാണ് ഫീൽ ചെയ്തത്. ആ ഒരു സ്ക്വിഡ് ഗെയിം ആ ഒരു സീരീസിന് തന്നെ വില കളഞ്ഞ പോലെ. വളരെ ഇൻട്രസ്റ്റിംഗ് ആൻഡ് വിഷ്യസ് ആക്കി നോക്കിയതായിരിക്കും, പക്ഷെ അത്ര ഫ്ലോപ്പ് ആയി എന്ന് കരുതിയാൽ മതി. എനിക്ക് തോന്നണേ ഹ്വാങ് ദോങ് ഹ്യക് എന്ന റൈറ്റർ ഡയറക്ടറിന് ഫസ്റ്റ് സീസണിനെ പറ്റി ഫുൾ ക്ലാരിറ്റി ഉണ്ടായി, കംപ്ലീറ്റ് ക്ലാരിറ്റി. പക്ഷെ സീസൺ 2 പറ്റി ഒരു ഐഡിയ ഇല്ലാണ്ട് ചെയ്ത പോലെ ഉണ്ട്. സീസൺ 1 ഭയങ്കര സ്മാർട്ട്, ക്ലെവർ ആൻഡ് മൂവിങ് ആയിരുന്നു. സീസൺ 2 വാസ് ചൈൽഡിഷ് ആൻഡ് അബ്സേർഡ്. ബട്ട് സ്ക്വിഡ് ഗെയിം US ഇസ് ഓൺ ദ വേ ആൻഡ് അതിനുവേണ്ടി കുറച്ച് എക്സൈറ്റ്മെന്റ് ഉണ്ട്. സ്ക്വിഡ് ഗെയിം കൊറിയ ഒരു ഡിസപ്പോയിന്റ്മെന്റ് ആയിരുന്നെങ്കിലും, ബിക്കോസ് ആസ് പെർ റിപ്പോർട്ട്സ് ഡേവിഡ് ഫിൻച്ചർ ആണ് ഡയറക്ട് ചെയ്യാൻ പോണെന്നാണ് കേൾക്കുന്നത്. ഹോപ്പ് ദേ മേക്ക് ഇറ്റ് റൈറ്റ്. അതായത് അതിന്റെ 4 ക്യാരക്ടേഴ്സ് ബാക്കി എല്ലാ ക്യാരക്ടേഴ്സിനും ഭയങ്കര പോലർ ഇട്ടായിരുന്നു, പക്ഷെ അവരുടെ പെർഫോമൻസ് എല്ലാം വെരി വെൽ ഡൺ. പിന്നെ ജംപ് ദ റോപ്പ് ഗെയിം വാസ് വെരി വെൽ ഡിസൈൻ, ഭയങ്കര സ്കേറി ടെറിഫിക്, ആ ഒരു ടെറിഫൈൻ ഫീൽ നന്നായിട്ട് നമ്മുടെ ഉള്ളിൽ ഇൻജെക്ട് ചെയ്യും. പിന്നെ ബാക്കിയുള്ള ഗെയിംസ് പൂർ ആയിരുന്നെങ്കിലും ഡിസൈൻസ് ഒക്കെ വാസ് വെരി വെൽ ഡൺ. പിന്നെ പ്രൊഡക്ഷൻ ക്വാളിറ്റി വാസ് ടോപ്പ് നോച്ച്. പിന്നെ മ്യൂസിക് എഡിറ്റിംഗ് ഒക്കെ ഗുഡ് ജോബ് തന്നെ ചെയ്തിരിക്കണം. ആൻഡ് ഇതിൽ വേറൊരു യൂസ്ലെസ് ക്യാരക്ടർ ഉണ്ട്, ഹ്വാൻ ജുൻ ഹോയുടെ ക്യാരക്ടർ. സീസൺ 1 ശരിയാണ്, ഒരു പോയിന്റ് ഉണ്ടായി, ചേട്ടനെ കണ്ടുപിടിക്കണം, എന്താ പറ്റിയെന്ന് അറിയണം. പക്ഷേ സീസൺ 2ലും സീസൺ 3ലും ഇത്ര യൂസ്ലെസ് ആയ ക്യാരക്ടർ ഞാനീ അടുത്ത് കണ്ടിട്ടില്ല. അത്ര യൂസ്ലെസ് ആയിരുന്നു. ഒരു പൊട്ടനെ പോലെ ഇങ്ങനെ കടലിൽ തിരിഞ്ഞു നടക്കുമായിരുന്നു. എനിക്ക് തോന്നിയത് ഈ ഹ്വാൻ ജുൻഹോയുടെ തന്നെ സപ്പോർട്ടിംഗ് ആയ ഒരു ക്യാരക്ടർ ഉണ്ടായി, ജോൺ സുഖോ. ആ ഒരു ആക്ടർ ഇതിലും ബുദ്ധി ഉണ്ടായതാണ്. ഏതായാലും ആ ആക്ടറിന്റെ അവസ്ഥ കോമഡി തന്നെയായിരുന്നു ഈ സീസണിന്റെ അവസാനം വരെ. ഓവറോൾ ഒരു പോയിന്റ്ലെസ് സീസൺ ഫിനാലെ ആയിട്ടാണ് എനിക്ക് ഇത് തോന്നിയത്. ഒരു ക്ലെവർ റൈറ്റിംഗ് ആൻഡ് സ്മാർട്ട് റൈറ്റിംഗ് ഇവിടെ മിസ്സിംഗ് ആയിരുന്നു. ആൻഡ് പ്ലീസ് ഞാൻ എല്ലാവരോടും ആലിസ് ഇൻ ബോർഡർലാൻഡ് എന്ന സീരീസ് കാണാൻ റിക്വസ്റ്റ് ചെയ്യണം. സ്ക്വിഡ് ഗെയിം ആയിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ആലിസ് ഇൻ ബോർഡർലാൻഡ് വേറെ വേറെ ലെവലാണ്, ഒരിക്കലും ഡിസപ്പോയിന്റ്മെന്റ് തരില്ല. സോ പ്ലീസ് ടു ട്രൈ ടു വാച്ച് ദാറ്റ് ടു. നെറ്റ്ഫ്ലിക്സിൽ സ്ട്രീമിംഗ് ആണ്.